Hi guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മജ്ബൂസ് റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ മജ്ബൂസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് SS സ്പൈസ് മിക്സ് കൊണ്ടാണ്. ഈ മിക്സ് കൊണ്ട് മജ്ബൂസ് മാത്രമല്ല കബ്സയും മന്തിയും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളത് 2 സവാള, 2 തക്കാളി, കുറച്ച് പുതിനയില, പിന്നെ ഒരു ലൈമിൻ്റെ ജ്യൂസും എടുത്തിട്ടുണ്ട്. 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ്. പിന്നെ അടുത്തതായിട്ട് പാനിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് സവാള ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഡ്രൈ ലെമണും ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് SS-ൻ്റെ മജ്ബൂസ് മസാലയാണ്. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ ഞാനിതുപോലെ വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓരോന്നായിട്ട് നമ്മുടെ മസാലയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് പുതിനയിലയും ലൈം ജ്യൂസും ആണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് ഞാൻ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കായ ചിക്കൻ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മജ്ബൂസ് മസാലയിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കി തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കൂടി മജ്ബൂസ് മസാല എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാക്കിയതിന് ശേഷം ചിക്കൻ ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മജ്ബൂസിൻ്റെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മജ്ബൂസ് ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ ഞാനിതിൽ ഗാർണിഷിനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.